ഹായ്. എപ്പോഴെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് ഛർദ്ദിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം തോന്നിയിട്ടുണ്ടോ? എന്നാൽ എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇന്നലെ രാത്രി തൊട്ട് ഞാൻ അനുഭവിച്ചു വരുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ദേ, വയലറ്റ് പൂക്കളുടെ മരണം എന്ന് പറഞ്ഞിട്ട് ശ്രീ പാർവതിയുടെ ഒരു ബുക്ക്. ഇത് ഡീഫെയിം ചെയ്യാനോ അതല്ലെങ്കിൽ അതിനെ വായിക്കുന്നതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല. അത്ര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഒരിക്കലും അത് വായിച്ചു തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വായിച്ചതിൽ വെച്ചിട്ട് രാത്രി 12-ന് ശേഷമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കൊരു ഹൊറർ ഫീലൊക്കെ തന്നതെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരുന്നത്. ഹൊറർ ഫീലിംഗ് എന്നുള്ളത് പോട്ടെ, ഇനി പേരിനകത്ത് പറയുന്നത് പോലെ ഒരു മരണമാണെങ്കിലും പോട്ടെ, അതിനി ഒരു കൊലപാതകമാണെങ്കിലും സഹിക്കാം. പക്ഷെ ഇത് അതിനൊക്കെ അപ്പുറമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഒരു മുറി, ഒരു ബാൽക്കണി, കാണുന്ന കുറച്ച് കാഴ്ചകൾ മേ ബി നിങ്ങൾക്ക് കുറച്ച് സിമിലർ ആയിട്ട് തോന്നിയേക്കാം. ഈവൻ ബുക്കിലും അത് പറയുന്നുണ്ട്. ചില ഫിലിംസിന്റെയും ഷോർട്ട് ഫിലിംസിന്റെയും ഒക്കെ അഡാപ്റ്റേഷൻ പോലെ ഫീൽ ചെയ്യുന്ന ഒരു സന്ദർഭം. പക്ഷെ അതിനെ കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എങ്ങനെ പറയണമെന്ന്. ഈവൻ നിങ്ങനെ കാണും പറയാം ഞാൻ എത്ര ടയർഡാണെന്ന്. പിന്നെ അത് കുറച്ചൊക്കെ ഒന്ന് മറയ്ക്കണം എന്നുള്ളതുകൊണ്ട് കുറച്ച് ലിപ്പാമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുക. പക്ഷെ എനിക്ക് അതിന് പോലെയുള്ള ഒരു മൂഡില്ല. മേ ബി ഓൾറെഡി പനിയായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് സിക്കായിട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ വായിച്ചത് കൊണ്ടും കൂടെ ആകാം ഇത്രയും ഒരു റിയാക്ഷൻ അതിനുണ്ടായത്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻവോൾവ് ആയി വായിച്ചിട്ടായിരിക്കാം. എനിക്കുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ബുക്ക് വായിക്കുവാണെങ്കിൽ ഇത് ഒരു ബുക്കാണ്, ഇതൊരു കഥയാണ് എന്നുള്ള ധാരണയോട് കൂടി മാത്രം വായിക്കുക. ഈവൻ പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും ആ ഒരു സംഗതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ആ ഒരു എന്റെ സിക്നസിന്റേതായിരിക്കും തന്നെ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. പക്ഷേ പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഈ ബുക്ക് വായിക്കാതിരിക്കുന്നതാണ് ഭേദം. നിങ്ങൾ കുറച്ച് ബ്രേക്സ് എടുത്തെടുത്ത് വായിച്ചാൽ പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ ആ ഒരു റിയാലിറ്റിയുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ അധിക സമയം ഇങ്ങനെ വായിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ മുഴുവനായിട്ട് അതിനകത്തോട്ടായി പോകും. അത് കുറച്ച് ഡേഞ്ചറസ് ആണ് ഈ ബുക്കിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച്. ഇപ്പൊ വേറൊരാൾക്ക് വായിക്കുമ്പോൾ എനിക്ക് അറിയില്ല അത്രത്തോളം ഫീൽ ചെയ്യുമോ, ഇനി ഞാൻ ഓവർ ഹൈപ്പ് ചെയ്തു എന്നൊന്നും പിന്നീട് പറയരുത്.